നമസ്കാരം. മലയാള സിനിമയിലെ പ്രശസ്തരായ നടന്മാർക്കെതിരെ വിവിധ തലങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ സിദ്ദിഖ്, മുകേഷ്, ഇടവേള ബാബു, റിയാസ് ഖാൻ തുടങ്ങിയ നടന്മാർക്കെതിരെയും അതുപോലെ തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെയും ഒക്കെ തന്നെ പലരായി ഉന്നയിച്ചത്. തനിക്കെതിരെയുള്ള ആരോപണം ഉന്നയിച്ച യുവതിയെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും ആണ് നടനും MLA-യുമായ മുകേഷ് പ്രതികരിച്ചത്. ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും മുകേഷ് പറഞ്ഞു. ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഭരണപക്ഷമല്ലെന്നും തന്നെ ആരോ ടാർഗറ്റ് ചെയ്യുകയാണെന്നുമാണ് മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച ടെസ് ജോസഫ് വീണ്ടും രംഗത്തെത്തിയതോടെയാണ് മുകേഷ് പ്രതികരിച്ചത്. CPM-ൻ്റെ MLA ആണെങ്കിൽ അങ്ങ് കയറിയിറങ്ങാം, CPM MLA അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. അന്ന് അവർ പലതവണ ഫോൺ വിളിച്ചു എന്നും താൻ എടുത്തില്ലെന്നും മുകേഷ് പറഞ്ഞു. നിയമം അധികാരമുള്ളവർക്ക് വേണ്ടിയാണെന്നും സ്ഥിതി മെച്ചപ്പെടുമെന്ന് എങ്ങനെ കരുതാനാകുമെന്നും കാസ്റ്റിംഗ് സംവിധായികയായ ടെസ് ജോസഫ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട സ്റ്റോറിയിൽ പറയുന്നു. 2018-ലാണ് ഇവർ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ സൃഷ്ടിക്കപ്പെട്ട സംവിധാനങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിലെ ഭരണകൂടത്തിനു വേണ്ടി വാദിക്കാൻ അഭിഭാഷകർ നിരനിരയായി അണിനിരക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാരംഗം മൊത്തം നിശബ്ദതയിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് അനുയോജ്യമായ നിയമങ്ങൾ വളച്ചൊടിക്കുന്ന ഈ കാഴ്ചകൾ മുന്നിലുള്ളപ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? വിശ്വസിക്കണോ? ഈ സിസ്റ്റം ചരക്കായി മാറിയിരിക്കുന്നു. അതിലേക്ക് എളുപ്പത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ഞാനില്ല. അത് എന്നെ ആഴത്തിൽ ദുഃഖിപ്പിക്കുന്നു എന്നാണ് ഇൻസ്റ്റ സ്റ്റോറിയിലെ ഒരു ഭാഗത്ത് കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് എഴുതിയിരിക്കുന്നത്. ബോളിവുഡിൽ സജീവമായ കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫ് 2018-ലാണ് മുകേഷിനെതിരെ മീ ടു ആരോപണം ഉന്നയിച്ചത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ സംവിധായികയായിരുന്ന സമയത്തെ അനുഭവമാണ് ടെസ് അന്ന് പുറത്തുവിട്ടത്. അന്ന് തനിക്ക് 20 വയസ്സാണ് പ്രായം ഉണ്ടായിരുന്നത് എന്നും പരിപാടിയുടെ സമയത്ത് നടൻ മുകേഷ് തന്നെ ഹോട്ടൽ റൂമിലെ ഫോണിൽ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു എന്നും, എന്നാൽ ഇതിന് വഴങ്ങാതെ വന്നതോടെ തൻ്റെ റൂം മുകേഷിൻ്റെ റൂമിനടുത്തേക്ക് മാറ്റിയെന്നും സമൂഹമാധ്യമമായ എക്സിൽ അവർ കുറിച്ചിരുന്നു. ഇതിൽ നിന്നും തന്നെ രക്ഷിച്ചത് തൻ്റെ ബോസും തൃണമൂൽ കോൺഗ്രസ് MP-യുമായിരുന്ന ഡെറിക് ഒബ്രയാൻ ആയിരുന്നുവെന്നും ടെസ് ജോസഫ് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ആ ടീമിലെ ഏക വനിതാ അംഗം താനായിരുന്നു. ഒരു രാത്രി തുടർച്ചയായി ഫോൺ കോളുകൾ വന്നതോടെ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളുടെ റൂമിൽ താമസിക്കേണ്ടതായി വന്നു. പിന്നീട് റൂം മാറ്റിയപ്പോൾ എന്തിനാണ് റൂം മാറ്റിയത് എന്ന് ഹോട്ടൽ അധികൃതരോട് ചോദിക്കേണ്ടിയും വന്നു. മുകേഷ് പറഞ്ഞിട്ടാണ് മാറ്റിയത് എന്ന മറുപടിയാണ് ലഭിച്ചത് എന്ന് ടെസ് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഈ ആരോപണങ്ങളും ഈ വിഷയങ്ങളുമൊക്കെ തന്നെ വ്യാപകമായ ചർച്ചയാവുകയാണ്. ഇതിൽ രാഷ്ട്രീയ സ്വാധീനം വരെയുണ്ട്, ഇത്തരം ആരോപണങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ പരാതികളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നടൻ സിദ്ദിഖിനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നു. പോക്സോ കേസെടുക്കണം എന്ന ആവശ്യപ്രകാരമാണ് ഇപ്പോൾ ഒരു വൈറ്റ്ല സ്വദേശിയായ വ്യക്തി പരാതി നൽകിയിരിക്കുന്നത്. പീഡനത്തിന് ഇരയായ യുവതി ആ സമയത്ത് അവർക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്നും അവർ +2 കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു എന്നും അത് പോക്സോ കേസിൻ്റെ പരിധിയിൽപ്പെടുത്തണം എന്നും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊച്ചിയിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നു എന്നുള്ള സൂചനകൾ ഉണ്ട്. സിദ്ദിഖ് ഇതിനെക്കുറിച്ച് പിന്നീട് പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ഊട്ടിയിൽ ഒരു ഷൂട്ടിംഗ് സെറ്റിലാണ്. അതിനുശേഷം നാട്ടിലെത്തിയ ശേഷം ഈ വിഷയത്തിൽ പ്രതികരിക്കാമെന്നായിരുന്നു സിദ്ദിഖിൻ്റെ മറുപടി. ഇത്തരത്തിൽ വിവിധ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ താമസിക്കുന്ന മലയാളിയായ നടൻ റിയാസ് ഖാനെതിരെയും വ്യാപകമായ പരാതി ഉയർന്നു. നിരവധി തവണ പലരെയും ഫോണിൽ വിളിച്ചു. മാത്രമല്ല, സഹകരിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ ഒരു യുവതിയോട് പറഞ്ഞതായുള്ള വാർത്തയും പുറത്തു വന്നു. കഴിഞ്ഞ ദിവസവും ഇടവേള ബാബു, അതുപോലെ തന്നെ സാജു കൊടിയൻ, മാമുക്കോയ തുടങ്ങിയവർക്കെതിരെ പരാതിയുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടന്മാർക്കെതിരെ പല രീതിയിൽ നിന്നും പല കോണുകളിൽ നിന്നും പരാതി ഉയരാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്.